ആൻഡ് റോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിലുള്ള ആദിയോഗി സ്റ്റാച്യൂവിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അവിടേക്ക് പോകാനായിട്ട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാമെന്നുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ കയറുന്നത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ട്രിവാൻഡ്രം ടു കോയമ്പത്തൂർ പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ട്രെയിൻ എന്നറിയപ്പെടുന്ന വിവേക് എക്സ്പ്രസ്സിലാണ്. അതുകൊണ്ട് ഞാൻ 2AC ആണ് എടുത്തത്. അതിന് ചാർജ് ആയത് 1084 രൂപയാണ്. 7:40 ട്രെയിൻ എടുത്തത്. കറക്റ്റ് 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇവിടുന്ന് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബസ് സ്റ്റേഷൻ ഉണ്ട്. ആ ബസ്സിൽ നിന്ന് നമുക്ക് നേരെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ ബസ് ടിക്കറ്റ്. അവിടെ നിന്ന് നമുക്ക് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് 14D അല്ലെങ്കിൽ 14C എന്നുള്ള ഒരു ബസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ബസ്സൊക്കെ ഡയറക്റ്റ് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകുന്ന ബസ്സാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 40 രൂപയാണ്. ഗാന്ധിപുരത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്കിതുപോലെ ഇരുന്ന് പോകാം, അല്ലെങ്കിൽ ഇതേപോലെ നിൽക്കേണ്ടി വരും. ഏതാണ്ട് 1 മണിക്കൂറോളം ട്രാവലുണ്ട് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇഷ ഫൗണ്ടേഷൻ വരെ എത്താനായിട്ട്. ഞാൻ പോയ ബസ്സിലാണെങ്കിൽ കുറേ പയ്യന്മാരായിരുന്നു. അവർ ഈ ടൂർ പോകുന്നത് പോലെ പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് മൂഡിലാണ് നമ്മൾ ഇഷ ഫൗണ്ടേഷൻ്റെ അകത്ത് കയറിയത് തന്നെ. അതിൻ്റെ പാട്ടാണ് നിങ്ങൾ ബാക്കിൽ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഷ ഫൗണ്ടേഷനകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഒരു വലിയൊരു ശിവൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു കിടിലൻ ഫീലാണ്. ചുറ്റും പർവ്വതങ്ങളും അതിൻ്റെ നടുക്കായിട്ട് ഈ ശിവൻ്റെ ഒരു സ്റ്റാച്ചു നിൽക്കുന്ന തന്നെ ഒരു കിടിലൻ ഫീലാണ്. ഈ ബസ് എന്നിട്ട് കറങ്ങി ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കാറിലോ ബൈക്കിലായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതിന് ഒരു വണ്ടിക്ക് 50 രൂപ ചാർജാണ് അവർ ഈടാക്കുന്നത്. അങ്ങനെ ഇഷ ഫൗണ്ടേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കിവിടെ യോഗ സെൻറ്ററിന് വേണ്ടി ഒരു സംഭവമുണ്ട്. ഇത് നേരെ ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റാച്ചു, ശിവൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. പിന്നെ നമുക്കിവിടെ നിന്ന് ആ വിഗ്രഹത്തിന് അങ്ങോട്ട് പോകാനായിട്ട് നമുക്കിവിടെ കാളവണ്ടിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെഡിറ്റേഷൻ ഇതിനൊക്കെ ആയിട്ടുള്ള എൻട്രൻസ് ആണ് ഇത്. ഇതിനകത്ത് നമുക്ക് ക്യാമറ, ഫോണും അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മളിവിടെ വെളിയിൽ ഫ്രീ കൗണ്ടറിൽ ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. പിന്നെ ഞാൻ നേരെ പോയത് സ്റ്റാച്ചു കാണാനായിട്ടാണ്. അതിന് ഒരാൾക്ക് കാളവണ്ടിക്ക് ചാർജ് ചെയ്യുന്നത് 10 രൂപയാണ്. ഇത് വന്നിട്ട് ദാനലിംഗ അവിടെ നിന്ന് നേരെ ശിവൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ അതുവരെ ഈ കാളവണ്ടി ഓടുന്നതായിരിക്കും. ഈ കാളവണ്ടിയിൽ ഓടുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു നമുക്ക് ഫ്രണ്ടിൽ കാണാവുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 112 അടി ഉയരമുണ്ട്. അതായത് 34.3 മീറ്റർ ഹൈറ്റാണ് ഈ കോയമ്പത്തൂരിലുള്ള ഈ സ്റ്റാച്ചുവിനുള്ളത്. ഇതൊരു യോഗ മെഡിറ്റേഷൻ സെൻറ്ററും കൂടെ ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് കൂടുതൽ ആൾക്കാർ വരുന്നത് ഇത് ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെയാണ്. അങ്ങനെ ഞാനും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഇപ്പോൾ കാണാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് കയറി നോക്കുക. ഇഷ ഫൗണ്ടേഷനിലെ ഈ ആദിയോഗി ശില്പം വന്നിട്ട് വെള്ളിയാങ്കിരി മലനിരകളുടെ നടുക്കാറ്റാണ് ഈ ശില്പം ഇരിക്കുന്നത്. ഇതാണ് ആ വെള്ളിയാങ്കിരി മലനിരകൾ. നല്ലൊരു കിടിലം കാഴ്ചയാണ്. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു കിടിലം വ്യൂ ആണ്. ഈ ആദിയോഗി വിഗ്രഹം വന്നിട്ട് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ബസ്റ്റ് ശില്പം കൂടിയാണ്. പിന്നെ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ താഴെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇവിടെയാണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് ലേസർ ഷോ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആരതി കാണാം, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ലേസർ ഷോ വന്നിട്ട് എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഇവിടെ ലേസർ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു 20 മിനിറ്റോളം ഷോയാണ്. ഒരു ശിവനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. അത് ചെറിയ പോർഷൻസ് മാത്രമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പോയ സമയത്ത് 7:30 ഷോ ഉണ്ടായിരുന്നത്. ആദ്യം 2-3 പാട്ട് ശിവൻ്റെ ഒരു മെഡിറ്റേഷൻ പോലത്തെ ഒരു പാട്ട് ഇട്ടതിന് ശേഷം പിന്നെയാണ് ഒരു 7:30 ആയപ്പം ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ഈ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ലേസർ ഷോ ഉണ്ടായിരിക്കുന്നതല്ല എന്നൊക്കെ. ഇനി ലേസർ ഷോ ഒക്കെ കണ്ടതിന് ശേഷം ഇവിടുത്തെ ലാസ്റ്റ് ബസ് വന്നിട്ട് 9 മണിക്കാണ്. അപ്പോൾ 9 മണിക്കകത്ത് മാക്സിമം എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അവിടെയുള്ള ലേസർ ഷോയിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം.
15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. Adi Yogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Just drink of me, which drove them into intoxicated raptures. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. 7 sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. ഇതൊക്കെയാണ് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ ആദിയോഗിയിൽ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ കോയമ്പത്തൂർ വരികയാണെങ്കിൽ ഈഷ ഫൗണ്ടേഷനിലുള്ള ഈ ആദിയോഗി സ്റ്റാച്ചു ഒക്കെ കാണാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഒരു കിടിലൻ സ്പോട്ടാണ്, നല്ല പീസ്ഫുൾ വൈബും നല്ലൊരു കിടിലൻ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.